നമ്മൾ മണിക്കൂർ 2 ഇവിടെ ഹോട്ടൽ ലോബിയിലിരിക്കുവാണ്. കണ്ടോ, നമ്മുടെ കൈയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഉറങ്ങി തെളിഞ്ഞ്. ഇവിടെ ഒരുത്തനാണേൽ ഗെയിം കളിയോട് കളി കുത്തിയിട്ട് ഫോൺ ചാർജ് കയറുന്നില്ല. അവന് ഗെയിം ആണ് മുഖ്യം. പുറത്ത് മഴയൊക്കെ ചാറുന്നുണ്ട്. ഗസ്റ്റൊക്കെ ഉണ്ട് ഹോട്ടലിൽ. നമുക്ക് 5 മണിക്കാണ് പിക്കപ്പ് ടൈം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ നമ്മൾ പുത്രജയിലെത്തി. ഈ ബാക്കിൽ കാണുന്നതാണ് പുത്രജയ എന്ന് പറഞ്ഞ സിറ്റിയാണ്. മലേഷ്യയുടെ ഔട്ട്സ്കേർട്സിലുള്ള സിറ്റിയാണ്. ഈ ബാക്കിൽ കാണുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. ഓഫീസോ വീടോ എന്തുവാ. ഈ ബാക്കിൽ കാണുന്നത് പള്ളി. അതായത് ഈ പുത്രജയ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവർ സെറ്റപ്പാക്കി എടുത്ത ഒരു സിറ്റിയാണ്. അതായത് ഇപ്പോൾ മലേഷ്യൻ സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ടൂറിസ്റ്റായിട്ടില്ല മെയിൻ കാര്യങ്ങൾ. അപ്പം ഗവൺമെൻറ് ഓഫീസിൽ വരുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി, ഈ സിറ്റിയിലേക്ക് വന്നാൽ മതി. കുറച്ച് ഓഫീസസ് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്നാണ് തോന്നുന്നത്, ഉറപ്പില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ക്ഷമിക്കുക. അപ്പം ഇത് എയർപോർട്ടിന് തൊട്ടടുത്താണ്. അപ്പം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇവിടെ പാക്കേജസിലെല്ലാം ഇവിടെ കയറുന്നത്. ഇവിടെ കയറിയിട്ട് പോവുകയാണ് ചെയ്യാറ്. പക്ഷെ നല്ല ലൊക്കേഷനാണ് കേട്ടോ, നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫോട്ടോ എടുക്കാൻ നിൽക്കാനൊക്കെ വലിയ സ്ഥലമാണ്. ഞാൻ മുമ്പേ എനിക്ക് എന്താ പറഞ്ഞ ഓർമ്മയില്ല, പ്രൈം മിനിസ്റ്ററുടെ റെസിഡൻസ് അല്ല കേട്ടോ, ഇത് ഓഫീസാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസെല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ പുള്ളിയുടെ ഓഫീസാണിത്. അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ മെയിൻ ഓഫീസ്. റെസിഡൻസ് കുറച്ച് മാറി എങ്ങാണ്ടെന്നാണ് പറഞ്ഞത്, അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് പുത്രജയ സിറ്റി എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ്. ഗവൺമെൻറ് ഓഫീസസിന് വേണ്ടി മാത്രം ഉള്ള സിറ്റി മാത്രമല്ല, വേറെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്ന അങ്ങനെ ഒരു പരിപാടിക്കാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം ഉണ്ടല്ലോ അടിപൊളിയാണ്. വൈകുന്നേരം ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതാണ്. കാര്യം ഇത്രയും ഏരിയ കിടപ്പുണ്ട് ഇവിടെ. കണ്ടോ, അവിടെ 2 പേര് ഷട്ടിൽ കളിക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഫാമിലിയുണ്ട്. പിന്നെ കുറച്ച് അതുണ്ടോ സ്കേറ്റിങ്. ഈ ഒരു കുഞ്ഞ് മാത്രമല്ല, ഇവിടെ കുറേ പേര് സ്കേറ്റിംഗ് ഉണ്ടേ. ഇവിടെ അങ്ങോട്ടുണ്ടായിരുന്നു, അവർ പോയെന്ന് തോന്നും. പിന്നെ അതുണ്ടല്ലോ ഫാമിലി ആയിട്ട് ഇങ്ങനെ ചെറിയൊരു ഔട്ടിങ് കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുക, റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ ഇത് അടിപൊളി സ്ഥലമാണ്. ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നോക്കിയിട്ട്. അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി, തിരിച്ചു പോവുക. അപ്പം 11 മണിക്ക് ഫ്ലൈറ്റ്. ഇപ്പം 9:15 കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം ഇതുവരെ സ്മൂത്തായിരുന്നു, കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റി ചെക്കിങ് ഇനിയുണ്ട്. അപ്പം നമ്മുടെ ഇതുവരെയുള്ള ഇത് വെച്ച് മലേഷ്യ അടിപൊളിയായിരുന്നു. ഒരു ട്രിപ്പ് നല്ലൊരു കൺട്രി ആയിരുന്നു. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. കാര്യം മനസ്സിലാവണമെന്നല്ല, ഇത് എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷേ അറിയപ്പോൾ ഞാനൊക്കെ ട്രാവൽ ചെയ്യുന്നിടത്ത് കുറേ അന്വേഷിച്ചായിരുന്നു, എന്ത് ചെയ്യണമെന്ന് ഒക്കെ കുറേ തപ്പിയായിരുന്നു. അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടെ പോകാനിരുന്നു. അപ്പം ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ ആൾക്കാരൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി സ്ഥിരം പോകുന്നതെന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു തന്നിരുന്നത്, നമ്മൾ ഇപ്പോൾ 1-2 പേരൊക്കെ വരാൻ നോക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പം ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെ എയർപോർട്ടിൽ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ. അപ്പോൾ എനിക്കാദ്യം കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ്റെ അച്ഛൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, പുള്ളി വെളിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ നോക്കേണ്ട കാര്യം വന്നില്ല. അപ്പോൾ ഞാൻ അന്ന് ആദ്യ ടൈമിൽ നോക്കിയപ്പോൾ ഒന്നും എനിക്കങ്ങനെ ഒരുപാടൊന്നും മനസ്സിലായില്ലായിരുന്നു അവിടെ പോയി എങ്ങനെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്നവർ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. ബാക്കിയുള്ളവർക്കെല്ലാം സ്ഥിരമായിട്ടുള്ളതായിട്ട് തോന്നുള്ളൂ. എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാം അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ വന്ന ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ടൂർലെക്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി ആയിരുന്നു. അത് ആക്ച്വലി നല്ലൊരു ഏജൻസി ആയിരുന്നു. നല്ല മീൻസ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കെല്ലാം ഓക്കെ ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഹോട്ടൽസും പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഹോട്ടലിൻ്റെ ലൊക്കേഷൻ സിറ്റി സെൻറ്റർ തന്നെയാണ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് ഡ്രൈവറൊക്കെ ആണെങ്കിലും
നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല പാക്കേജ്, ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അവർ ചെയ്തു തന്നു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ചെക്ക് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കൂടെ തന്നെ ഇട്ടേക്കാം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് മലേഷ്യൻ എയർലൈൻസാണ്. അപ്പോൾ എയർ ഏഷ്യയ്ക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു ആൾക്കാരെല്ലാം പൊതുവെ പറയുന്നത്. പാക്കേജിൽ എടുക്കുവാണെങ്കിൽ അവരങ്ങനെ എടുത്ത് തരത്തുള്ളൂ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് സെപ്പറേറ്റും പാക്കേജ് സെപ്പറേറ്റും എടുത്തത്. അപ്പോൾ മലേഷ്യൻ എയർലൈൻസ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, നല്ല ഫ്ലൈറ്റ് ആയിരിക്കും, നല്ല ഫുഡും ഒക്കെ നല്ല ഇൻക്ലൂഡഡ് ഉണ്ട്. എയർ ഏഷ്യക്കകത്ത് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയേക്കാം എടുക്കുമ്പോൾ. പിന്നെ ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ വരുവാണെങ്കിൽ സിമ്മൊക്കെ എടുക്കുന്ന കേസിൽ ഇവിടെ നമ്മുടെ അവിടുത്തെ ലോക്കൽ സിം വർക്ക് ചെയ്യത്തില്ലല്ലോ. ആ കേസിലാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് നേരത്തെ എടുക്കുക. പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ എയർപോർട്ടിനകത്തു നിന്ന് തന്നെ എടുത്തത്. അപ്പം അകത്തുനിന്ന് എടുത്തപ്പോൾ നമുക്കൊരു ഇഷ്യൂ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്കത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ഹോട്ട്സ്പോട്ട് കിട്ടുന്നില്ല. 2000 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് വന്നത്. അപ്പം പക്ഷേ ഹോട്ട്സ്പോട്ട് കിട്ടുന്നില്ല. നമ്മുടെ അങ്ങനെ ഒരു ഉദ്ദേശമായിരുന്നു. പിന്നെ നമ്മുടെ ഹോട്ടലിൽ വൈഫൈ ഉള്ളതുകൊണ്ട് ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് 2000 രൂപ കൂടുതലായി ആയെന്ന് മാത്രമല്ല, നമുക്കതിന് യൂസ് ഉണ്ടായില്ല. ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ നമ്മുടെ ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ അകത്ത് ഇടുന്നത് ഒരാളെ മെമ്പറേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ സിം ഇട്ടത് വേറൊരാളുടെ ഫോണിലായിരുന്നു. അപ്പം അത് ആക്ടിവേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പുറത്ത് മാറ്റിയിടാൻ ഓപ്ഷനും കിട്ടിയില്ല. സിം ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോണിൽ തന്നെ കിടക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. അത് നോക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാനുള്ളത്, ഇവിടെ വരുമ്പോൾ ആണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ അഡാപ്റ്റർ നിങ്ങൾ കൊണ്ടുവരണം. ഇൻ്റർനാഷണൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ. കാരണം നമ്മൾ സോക്കറ്റ് വേറൊരു ടൈപ്പ് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ സോക്കറ്റ് പോലെ അല്ല. അപ്പം കിട്ടും, 1-2 പോയിൻ്റ് എവിടെയൊക്കെ കിട്ടും. പക്ഷേ അത് കൊണ്ടുവന്നാൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, എല്ലായിടത്തും പറ്റും. നമ്മളവിടെ എനിക്കൊന്ന് വാഷ്റൂമിൽ ഓർമ്മയുണ്ടായിരുന്നു, പിന്നെ ടിവിയുടെ ഒരു പോയിൻറ്റോ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിക്കൊള്ളു വരുന്നതിന് മുന്നേ. അപ്പോൾ അതൊക്കെ ഉള്ളൂ മെയിനായിട്ട് പറയാനുള്ളത്. വേറെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളൊരു ഈ വീഡിയോ ഇവിടെ നിന്ന് എൻഡ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു ട്രിപ്പായിട്ട് കാണാം. ബൈ.